ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം തുടർമാനമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 6 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്. 5-ാമത്തെ വാക്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാണ് ഈ 6-ാമത്തെ വാക്യം കിടക്കുന്നത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക എന്ന് പറയുമ്പോൾ നമ്മളവിടെ കണ്ടതായ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇത് ദൈവത്തിന്റെ കോപം. നമുക്കറിയാം, ദൈവകോപം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇതിന് സമാനമായിട്ട് ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ വക നിമിത്തം, അവിടെയും വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അനുസരണക്കേട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കൽപ്പനകളെയൊക്കെയും അറിഞ്ഞിട്ടും മനഃപൂർവമായി ആ കൽപ്പനയോട് മറുതലിക്കുന്നതായ മനുഷ്യന്റെ പ്രവണതയാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞപ്പോൾ നമുക്കൊരു കോപം വന്നു എന്ന് പറയുന്നത് അത് വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളൊക്കെ അത് അനുസരണം, അത് പാപമാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അധ്വാനം അല്ലെങ്കിൽ ചില ചിന്തകള് നമ്മൾ താലോലിക്കുക, അതല്ല എങ്കിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്നതായ ഒരു ക്ഷോഭത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം മനഃപൂർവമായി ദൈവകൽപ്പനകളോട് കാണിക്കുന്ന നിഷേധത്തിനെയാണ് നമുക്ക് അനുസരണക്കേട് എന്ന് പറയുന്നത്. പാപത്തിൽ വീണുപോവുക എന്ന് പറയുന്നതും മനഃപൂർവമായി ദൈവകൽപ്പനകളെ ധിക്കരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഈ അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുന്നു എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവിടെ ആരും നിങ്ങളെ ചതിക്കരുത്, വ്യർത്ഥമായ അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതായ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, അത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയും ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വീണ്ടുജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ ഈ വക പാപത്തിൽ പോയി പെട്ടാൽ, അല്ലെങ്കിൽ ഈ വക അനുസരണക്കേടിൽ ചെന്ന് പെട്ടാൽ, അവിടെ ദൈവത്തിന്റെ കോപമാണ് അവിടെ ഉള്ളത്. അതിനകത്ത് ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളെ നാം ഒന്ന് അപഗ്രഥിച്ചാൽ രണ്ടും സമാനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ലൈംഗിക പാപങ്ങളും ദ്രവ്യാഗ്രഹവും അല്ലെങ്കിൽ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം, ഇത് രണ്ടുമാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇതൊന്നും ഒരു കുഴപ്പവുമില്ല, ഒരാൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഏത് പാപത്തിൽ ജീവിച്ചാലും പ്രതിഫലത്തിൽ കുറവ് വരികയുള്ളൂ, അല്ലാതെ അവരുടെ രക്ഷയെ സംബന്ധിച്ചോ നിത്യതയെ സംബന്ധിച്ചോ യാതൊരു സംശയത്തിനും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരും, വ്യർത്ഥവാക്കുകളിൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക പ്രവർത്തിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ, ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശരി, 7-ാമത്തെ വാക്യത്തിൽ അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പിൽ അവയിൽ നടന്നു പോന്നു. ഇവിടെ അവയിൽ ജീവിച്ചിരുന്ന കാലം, അവയിൽ നടന്നു പോന്നു. അങ്ങനെ
ഈ പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവയിൽ ജീവിക്കുക, അവയിൽ നടക്കുക എന്ന് വെച്ചാൽ മാനസാന്തരമില്ലാതെ, മനഃപൂർവമായി, പാപബോധമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ്. മുമ്പ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കൊലോസിയിലുള്ള സഭയിലെ അംഗങ്ങളും ഈ വക പാപത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു, അവയിൽ ജീവിച്ചിരുന്നവരായിരുന്നു, അവയിൽ നടന്നു വന്നവരായിരുന്നു. ഇപ്പോഴോ, അതായത് അവരെ കുറിച്ച് പറയുമ്പോൾ പൗലോസപ്പോസ്തലന് പറയാനായിട്ടുള്ള കാര്യം, അവർക്കൊരു പാസ്റ്റ് ലൈഫ്, ഒരു ഭൂതകാലം അവർക്കുണ്ടായിരുന്നു. ആ ഭൂതകാലത്തിൽ, കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തിൽ അവര് ഈ വിധമുള്ള പാപങ്ങളിൽ ജീവിച്ച് പാപത്തിൽ നടന്ന ആളുകളായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും ഇപ്പോൾ മാറി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ എന്താണ് കാണുന്നത്? അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതായിട്ടുള്ള 5 പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ അവയവങ്ങൾ പോലെയാണ് എന്നും ആ അവയവങ്ങളെ മരിപ്പിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മരിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വക പാപങ്ങൾ എപ്പോഴെങ്കിലും കടന്നു വന്നാൽ അപ്പോഴൊക്കെ ആ പാപത്തിനെ കൊല്ലുക അല്ലെങ്കിൽ ആ പാപത്തോട് വിട്ടു നിൽക്കുക, നോ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുക എന്ന് പറയുമ്പോൾ അത് നമ്മളോട് ചേർന്ന് ഇരിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെയുള്ള പാപങ്ങൾക്കുമുണ്ട്. എന്നാൽ മുമ്പേ പറഞ്ഞതായിട്ടുള്ള പാപങ്ങളും ഈ പാപങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവയൊക്കെയും വിട്ടുകളയുവിൻ, അന്യോന്യം ഭോഷ്ക് പറയരുത്. ദൈവമക്കൾ തമ്മിൽ അന്യോന്യം ഭോഷ്ക് പറയരുത്. ഇവിടെ ദൂഷണം, ദുർഭാഷണം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഈർഷ്യ ഇതൊക്കെയും ഒരു ഭോഷ്കിന്റെ തലത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെയും ഭോഷ്കാണ്. അപ്പോൾ അന്യോന്യം ഭോഷ്ക് ഒരു കാരണവശാലും പറയുവാനായിട്ട് പാടില്ല. എന്നാൽ ഇന്ന് അങ്ങനെ സത്യം സംസാരിക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ ഗൗരവമുള്ള കാര്യമായിട്ടല്ല ഇരിക്കുന്നത്. പലപ്പോഴും വളരെ ഈ ഭോഷ്ക് പറയുന്നതെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു ഗൗരവമായിട്ടുള്ള ബോധമൊന്നുമില്ല. മറ്റുള്ളവരെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ നുണ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ പോലും സമൂഹത്തിലുണ്ട്. പക്ഷെ അത് വചനത്തിൽ നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഭോഷ്ക് പറയരുത്. അതിനെക്കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഈ ഭോഷ്ക് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്നാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണം എന്ന് പറയുന്നതിന് കാരണം നാം തമ്മിൽ അവയവങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഒരു ശരീരത്തിന്റെ ഒരവയവത്തിന് മറ്റൊരു അവയവത്തോട് നുണ പറയാനായിട്ട് കഴിയുമോ? ഒരിക്കലും ഇല്ല. ഒരു കൈക്ക് വേദനയുള്ള ഒരു കൈ എനിക്ക് വേദനയില്ല എന്നോ, അല്ല എങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും ഒരു ഏകോപനത്തിലാണ് പോകുന്നത്. അവിടെ അന്യോന്യം ഭോഷ്ക് പറയുന്നതായിട്ടുള്ള യാതൊരു പരിപാടിയും നമ്മുടെ ശരീരത്തിൽ ഇല്ല. അതുകൊണ്ട് ദൈവസഭയും അത് ഒരു ശരീരം പോലെയാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്, ആ സഭയിലെ അംഗങ്ങളാണ് ആ സഭയിലെ എല്ലാ വിശ്വാസികളും, അല്ലെങ്കിൽ അവയവങ്ങളാണ് എല്ലാ വിശ്വാസികളും എന്നുള്ളത് കൊണ്ട് ഈ ഭോഷ്ക് പറയുക എന്ന് പറയുന്നതായ പരിപാടി, അതിന് അങ്ങനെ ഒരു വാക്കുപോലും ഉപയോഗിക്കാൻ സഭയിൽ യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല. അത് പാടില്ല എന്നാണ്. അത്രത്തോളം ഗൗരവമായി ഈ ഭോഷ്ക് പറയുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ സംശയമാണ്. അന്യോന്യം പലപ്പോഴും ആളുകൾ തമ്മിൽ സത്യം മറച്ചു വെച്ച് അസത്യം പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് എല്ലാവരോടും എല്ലാ സത്യവും പറഞ്ഞുകൊള്ളണം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. കാരണം പല ആത്മീക നിലവാരമുള്ള ആളുകളാണ് സഭയിലുള്ളത്.
അപ്പോൾ നാം ഒരിക്കലും എല്ലാ സത്യങ്ങളും, ഓരോരുത്തരും അവരവരെ കുറിച്ചിട്ടുള്ളതായ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നറിയാമല്ലോ. പക്ഷെ എല്ലാം പറഞ്ഞില്ലെങ്കിലും ഒരിക്കലും നമുക്ക് ഭോഷ്ക് പറയാനായിട്ട്, നുണ പറയുവാനായിട്ട്, കളവ് പറയുവാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. അത് പാടില്ല. കാരണം അവിടെ ഒരു ശരീരമാണ്, ശരീരത്തിലെ അവയവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുവാനായിട്ട് കഴിയില്ല. അപ്പൊ എന്ന് മാത്രവുമല്ല, ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങൾ, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, നിർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അതുപോലെ തന്നെ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങള് ഇതെല്ലാം വിട്ടുകളയുവിൻ. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഈ പുതിയ മനുഷ്യനിൽ, പഴയ മനുഷ്യനിൽ ഉണ്ടായിരുന്നതായ പ്രകൃതങ്ങളാണ്, രീതികളാണ്, സ്വഭാവങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പഴയ മനുഷ്യൻ അവയിൽ നടന്നു പോകുന്നതും അവയിൽ ജീവിച്ചതുമായിട്ടുള്ള, അതിൽ രസിച്ചിരുന്നതായിട്ടുള്ള ആളാണ് ഈ പഴയ മനുഷ്യൻ. എന്നാൽ പുതിയ മനുഷ്യനും ഈ സ്വഭാവങ്ങളുമായിട്ട് ഒരിക്കലും ചേരുകയില്ല എന്നുള്ളതാണ് അതിന് കാരണം എന്ന് പറയുന്നത്. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമുക്കറിയാം, നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, മനുഷ്യൻ പാപിയായപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും അത് വികലമായി പോയി. കാരണം ആത്മീകമായി ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത നിലയിൽ ആത്മീക മരണം സംഭവിച്ചവരായി പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവനായ മനുഷ്യന് ആ ദൈവിക സാദൃശ്യത്തിൽ മങ്ങലേറ്റു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ആ സാദൃശ്യം ഒരളവോളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ആ മനുഷ്യനിലേക്ക് ദൈവാത്മാവ് വന്ന ഒരു പുതിയ ജീവനിലേക്ക്, ദൈവിക ജീവനിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ ദൈവികമായ തേജസ്സും ആ ജീവനും അതുപോലെ തന്നെ ദൈവത്തിന്റെ ആ സാദൃശ്യവും നമ്മളിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് നമുക്ക് നൽകുകയാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ നൽകുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അവിടെ നമ്മൾ സംഭവിക്കുന്നില്ല. അതിനാണ് നമ്മൾ രൂപാന്തരം എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം എന്ന് നമ്മൾ പറയുന്നത്. ക്രമമായി നമ്മളിൽ നിന്ന് നമ്മുടെ ജഡത്തിലുള്ളതായ സകല മോഹങ്ങളെയും രീതികളെയും ശീലങ്ങളെയും ഒക്കെ ആത്മാവിനാൽ മരിപ്പിച്ച് നിയന്ത്രിച്ച് നാം ദൈവികമായ ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് അതൊരു ആത്മീക യാഥാർത്ഥ്യവും അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയിലുമാണ്. നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. അത് കർത്താവ് വെളിപ്പെടുമ്പോഴാണ് ആ ഒരു സ്വരൂപത്തിലേക്ക് നാം കൃത്യമായി എത്തിച്ചേരുന്നത്. എന്നാൽ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ് നാം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. നാം രൂപാന്തരപ്പെടണം എന്നൊക്കെ പറയുന്നത് ആ യാത്രയിലാണ്. ആ യാത്രയിലെ പ്രത്യേകതയെക്കുറിച്ചാണ്, വഴികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പരിജ്ഞാനപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ പുതിയ മനുഷ്യന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 10 കാര്യങ്ങളും എന്ന് പറയുന്നത്. 10 അല്ലെങ്കിൽ 11, ഭോഷ്ക് എന്ന് പറയുന്നത് കൂടെ കൂട്ടിയാൽ 11 എന്ന് പറയാം, അല്ലെങ്കിൽ 10 എന്ന് പറയാം. ഈ 10 കാര്യങ്ങളും ഈ പുതിയ മനുഷ്യന് ചേരാത്ത സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെയും മരിപ്പിക്കുകയും അതൊക്കെയും വിട്ടുകളയുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിന് ഇത് യോഗ്യമായ ഒരു ശീലങ്ങളല്ല, അല്ലെങ്കിൽ സ്വഭാവങ്ങളല്ല എന്നുള്ളത് അതിനൊരു കാരണമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നിങ്ങളുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. നാം ദൈവകൽപ്പനകളെ ലംഘിച്ച് ഈ വിധ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവുമ്പോൾ ദൈവാത്മാവ് നമ്മിൽ ദുഃഖിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കെടുത്തുന്നു എന്ന് നമുക്ക് തെസ്സലോനിക്ക ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ വായിച്ചു, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്.
അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനും കെടുത്തുവാനും ഈ വിധമുള്ള പ്രവർത്തനങ്ങളാൽ നമുക്ക് സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചും കെട്ടും പോയാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരായ, ആത്മാവിനാൽ മാത്രം നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ സാധിക്കുന്നതായ ആ ദൈവിക പ്രവർത്തനം നമ്മളിൽ ഉളവാകാതെ പോകും, അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് ഇതിനെയൊക്കെ വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. ഇതിനെ വിട്ടുകളഞ്ഞാലല്ലാതെ ദൈവാത്മാവിന് നമ്മളിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ച് നമ്മെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് നടത്തുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ, ആത്മാവ് നടത്തുന്നവൻ ഏവനും ദൈവത്തിന്റെ മക്കളാവുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാവുന്നു. ദൈവത്തിന്റെ മക്കളാകാനായിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്, അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രായോഗികമായി ആ ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് വിളിക്കപ്പെടുവാൻ കഴിയുന്നത് ആ പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, പ്രായോഗിക തലത്തിൽ. അത് നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മുടെ വിശുദ്ധീകരണം, അല്ലെങ്കിൽ നമ്മുടെ രൂപാന്തരം, നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായിട്ടുള്ള മുന്നേറ്റം എന്നുള്ളത് കൊണ്ട് ആത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള, അതിനെ കെടുത്തിക്കളയുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇതെന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് പാടില്ല എന്നുള്ളതാണ്. ഇപ്പോഴൊരു ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരു ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നമ്മെ ആത്മാവ് നിയന്ത്രിക്കുന്നതുമല്ല. കാരണം ഈ പറഞ്ഞതെല്ലാം ജഡത്തിൽ നിന്ന് ഉളവാകുന്നതായ, അല്ലെങ്കിൽ ലോകത്തിലെ മോഹങ്ങളിൽ നിന്ന് ഉളവാകുന്നതായ കാര്യങ്ങളാണ്. നാം അതിന് വിധേയപ്പെട്ടു പോകുമ്പോൾ ദൈവാത്മാവിന്റെ സ്വരം കേൾക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അവയിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവയിൽ നടന്നു പോന്ന, അതിൽ നടക്കുകയും അതിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് നാം വന്നാൽ അതിന്റെ അർത്ഥം നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച അതേ അവസ്ഥയിലേക്കാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും പോകുന്നത്. അപ്പോൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നാം പുറത്തു പോകുന്നു. നമ്മെ നിയന്ത്രിക്കുന്നത് നാം തന്നെ ആകുന്നു. നമ്മുടെ കർത്താവ് നാം തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഈ ലോകത്തിലാണ്. നാം കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ചതുപോലെ നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. കാരണം നാം മരിച്ചിട്ടില്ല. നാം ഒരുപക്ഷെ മരണം അഭിനയിക്കുന്നവരായിരിക്കാം. അതല്ല എങ്കിൽ നാം കർത്താവിനെ തള്ളിക്കളഞ്ഞ്, യേശുവിനെ നമ്മുടെ കർത്തൃത്വത്തിൽ നിന്ന് നാം നീക്കിക്കളഞ്ഞ് നാം തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ കർത്താവായി തീർന്ന് നമ്മളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിയാൽ ഈ പുതുക്കം പ്രാപിക്കുന്ന ഒരവസ്ഥ വിശ്വാസഗോളത്തിൽ അനേകർക്കുമില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അവരെ പുതുക്കം പ്രാപിക്കുന്നതിന് പകരം അവര് ബഹുഭൂരിപക്ഷവും അവരുടെ ജീവിതത്തിൽ അധോഗതി പ്രാപിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ അവര് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവര് എങ്ങനെയാണോ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നത്, അതേ നിലയിൽ അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞ് അവരവരുടേതായിട്ടുള്ള വഴിക്ക് അവര് പോയിട്ടുള്ളതും അതിനെ കാരണമാകാം. പിന്നെ പലരും ഇന്ന് ശ്രമിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പഴയ മനുഷ്യനെ പുതുക്കം പ്രാപിച്ചു എന്നവർ വ്യർത്ഥമായി അവരുടെ ജീവിതത്തിൽ ചിന്തിക്കുകയും, എന്നാൽ അവർ പുതുക്കം പ്രാപിക്കാതെ തന്നെ ഈ പഴയ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള ഒരു പഴയ മനുഷ്യനെ ഒരിക്കലും നന്നാക്കി എടുക്കുവാനായിട്ട് കഴിയില്ല. കാരണം പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തോട് പ്രതികരിക്കുവാൻ കഴിയാത്ത ആത്മീകമായിട്ട് മരിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത, എന്തെങ്കിലുമൊക്കെ സന്ദേശം കേൾക്കുമ്പോൾ ഞാനൊന്ന് നന്നാകണം, എനിക്കൊന്ന് നന്നാകണം, ഞാൻ നന്നാകാൻ പോവാന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരിക്കലും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ
ഒരു മുന്നേറ്റത്തിന് സാധിക്കുകയില്ല. കാരണം അത് പുതുക്കം പ്രാപിക്കുന്ന ഒരു മനുഷ്യനല്ല, പുതുക്കുവാൻ കഴിയുന്നതായ ഒരു മനുഷ്യനല്ല. പുതുക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യനെ നമുക്ക് പുതുക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ അത് തികഞ്ഞ പരാജയത്തിലേക്ക് നടക്കുകയുള്ളൂ. നാം മരിച്ച് ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ആ പുതിയ മനുഷ്യനെ മാത്രമേ നമുക്ക് രൂപാന്തരത്തിലേക്കും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. പഴയ മനുഷ്യനെ എത്ര നന്നാക്കാൻ നോക്കിയാലും നന്നാകുവാൻ ആ മനുഷ്യനിൽ തന്നെ യാതൊരു ശക്തിയുമില്ല, അതൊരിക്കലും നന്നാകുന്നതുമല്ല. ഇന്ന് ലോകത്തിലെല്ലാ മതങ്ങളും ഒരുപക്ഷെ സഭകളും ഒക്കെ ശ്രമിക്കുന്നത് ഈ പഴയ മനുഷ്യൻ മരിക്കുകയൊന്നും വേണ്ട, അതായത് ഞാൻ മരിക്കുക എന്ന് പറയുന്ന ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. നാം അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പഴയ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒരു ശക്തനാക്കി തീർത്തുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകത്തിലെല്ലാ ആളുകളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സെക്കുലർ ക്രിസ്ത്യന വിശ്വാസികളായിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരല്ല, ലോകത്തിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് നമ്മൾ ആലോചനയ്ക്കായിട്ട് ചെന്നാൽ അവര് നമ്മുടെ സ്വയത്തെ ഉയർത്തുന്നതും നമ്മളെ തന്നെ വലിയവരാക്കി കാണിക്കുന്നതുമായിട്ടൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവജനത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ത്യജിക്കുകയും നമ്മുടെ ഇഷ്ടങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലാതെ ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ലോകത്തിന്റെ പ്രമാണവും ദൈവിക പ്രമാണവും തികച്ചും പരസ്പര വൈരുദ്ധ്യത്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവര് ഈ പുറമേയുള്ള മനുഷ്യനെ എങ്ങനെയെങ്കിലും ബലവാന്മാരാക്കി ശക്തന്മാരാക്കി തീർത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ആ പുറമേയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ മനുഷ്യൻ മരിച്ചിട്ട് ദൈവാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്ന് നമ്മളുടെ ആ പുതിയ മനുഷ്യനെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിക്കൊണ്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മെ മുമ്പോട്ട് നയിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ തികച്ചും വൈരുദ്ധ്യമായ രീതികളാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശരി, അപ്പോൾ പുതിയ ഒരു മനുഷ്യന് മാത്രമേ, പുതിയൊരു സൃഷ്ടിക്ക് മാത്രമേ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ കാര്യത്തിൽ അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ഇന്ന് വലിയ വേർതിരിവുകൾ ദൈവമക്കളാണ് എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിലും അവരുടെ പശ്ചാത്തലത്തെ സംബന്ധിക്കുന്നതായ ശക്തമായ വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വേർതിരിവുകളൊക്കെ വെളിച്ചത്ത് വരുന്നത് പലപ്പോഴും വിവാഹാലോചനയുടെ സമയത്താണ്. ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടതായിട്ടുള്ള ഒരു സംഭവം, ഒരു വിശ്വാസി എന്ന് പറയപ്പെടുന്ന ആള്, അദ്ദേഹം ഒരു വിവാഹാലോചനയുമായി ഒരു പെൺകുട്ടിയെ കാണുവാനായിട്ട് ചെന്നു. പെൺകുട്ടി എല്ലാ നിലയിലും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയോട് അടുത്തപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. ഒരാൾ ഒരു ഹൈന്ദവ രീതിയിൽ നിന്നും അല്ലെങ്കിൽ മതത്തിൽ നിന്നും, മറ്റേയാൾ ഒരു സിറിയൻ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഉള്ളയാളാണ് എന്ന് ഈ പെൺകുട്ടി തന്നെ കാണാൻ വന്നതായിട്ടുള്ള ആ പുരുഷനോട് പറഞ്ഞു. അപ്പോൾ തന്നെ ആ കാണാൻ വന്ന ചെറുക്കൻ ആ കാര്യം വന്ന് സഭയിലെ, അന്ന് കാണാൻ പോയപ്പോൾ സഭയിലെ പാസ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്, പാസ്റ്ററോട് ഒന്ന് പറഞ്ഞു. പാസ്റ്റർ ഉടനെ തന്നെ പോയി അവരെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ കാണാൻ വരുന്നതിന് മുമ്പ് ഈ വിവരം ഞങ്ങളെ അറിയിക്കില്ല? പാസ്റ്റർ അത് ചെറുക്കന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. മാതാപിതാക്കന്മാരൊക്കെ ചൂടായി, വഴക്കായി, പ്രശ്നമായി. അവർക്ക് ഒരുക്കിയിരിക്കുന്നതായിരുന്ന ആ ആഹാരം കഴിക്കാതെ അവര് അവിടുന്ന് പോരുന്നത് പോലെ ഉള്ളതായിട്ടുള്ള അവസ്ഥകൾ വരെ അവിടെ ഉണ്ടായി. എന്താണ് കാര്യം? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാർ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, ഇതൊരു വ്യാജമായിട്ടുള്ള മനോഭാവവും അല്ലെങ്കിൽ ദൈവനിഷേധമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ക്രിസ്തു ഒരാളിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ യഹൂദനെന്നോ യവനനെന്നോ പരിച്ഛേദനയെന്നോ അഗ്രചർമ്മമെന്നോ
തൊഴിലിന്റെയോ അതല്ല എങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ അല്ല എങ്കിൽ ഏതെങ്കിലും ദാസനാണോ സ്വതന്ത്രനാണോ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളും ഒരുവൻ വീണ്ടും ജന്മം പ്രാപിച്ചാൽ അവനിൽ ഇല്ല എന്നുള്ളതാണ്. എല്ലാ വേർതിരിവുകളും യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള വേർതിരിവ് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. യാതൊരു വ്യത്യാസവുമില്ല. കാരണം എല്ലാവരിലും വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എല്ലാവരും രക്ഷിക്കപ്പെടുന്ന ഒരേ വിശ്വാസത്താലാണ്. എല്ലാവരും ഏൽക്കുന്ന ഒരേ സ്നാനമാണ്. എല്ലാവരിലുമുള്ളത് ഒരേ കർത്താവാണ്. എല്ലാവരിലുമുള്ളത് ഒരേ വിശ്വാസമാണ്. എല്ലാവർക്കും പിതാവും ദൈവവുമായവൻ ഏകനാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നു എന്നുള്ളത് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാത്ത കാലഘട്ടമാണ് അല്ലെങ്കിൽ കാര്യമാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിടുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യാജ വിശ്വാസികളെയാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ചേർച്ച, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഏറ്റവും വലിയ ചേർച്ച എന്ന് പറയുന്നത് ഇരുവരും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് എന്നുള്ളതാണ്. ദൈവാത്മാവ് ഒരിക്കലും രണ്ടുപേരെ രണ്ടു വഴിക്ക് കൊണ്ടു നടക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേർച്ച ഒരാൺകുട്ടിയിലും പെൺകുട്ടിയിലും ഇല്ലാതെ വന്നാൽ പിന്നെ അവർ തമ്മിൽ ചേരാനായിട്ട് പിന്നെ അവരുടെ പല പല കാര്യങ്ങൾ നോക്കും. ഇന്ന് ലോകത്തിൽ ആളുകൾ നോക്കുന്നത് പോലെ അവരുടെ സൗന്ദര്യമോ ധനസ്ഥിതിയോ അവരുടെ പശ്ചാത്തലങ്ങളോ ഒക്കെ നോക്കി എങ്ങനെയും കുറെ പൊരുത്തങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ആളുകളുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ ആ പൊരുത്തത്തെക്കാളൊക്കെ അതിജീവിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറയുന്നത് അവര് ദൈവമക്കളാണ് എന്നുള്ളതാണ്. പിന്നെ സമാനമായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെ ഉള്ളത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിലൊക്കെ ഒരളവ് വരെ നല്ല നന്മയുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാം. എന്നാൽ അതല്ല ഒരു മനുഷ്യനെ ആത്യന്തികമായി നന്മയിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പൊരുത്തങ്ങളും നോക്കി വിവാഹം കഴിക്കുന്ന ആളുകൾ എത്രയോ അരിഷ്ടരായിട്ടാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അരിഷ്ടതയിലാണ് അനേകരും ജീവിക്കുന്നത്. എത്രയോ ഡൈവോഴ്സുകൾ ദിനംപ്രതി, വിവാഹമോചനങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ഈ പൊരുത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ അങ്ങനെ പൊരുത്തങ്ങൾ നോക്കി വിവാഹം കഴിക്കുന്നതായിട്ടുള്ള ആളുകളുടെ വിവാഹ ജീവിതമൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെടണമായിരുന്നു. അതൊന്നുമല്ല നമുക്കിന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവേഷത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവേഷം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. സഭയിലെ ഐക്യത്തിന്റെ കുറവുകളും ഇന്ന് ലോകത്തിൽ സഭകളിലുള്ള വഴക്കിന്റെയും അല്ലെങ്കിൽ ഐക്യത്തിന്റെ അഭാവത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവര് ഇങ്ങനെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ആളുകൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത് അവരെ ഏതെങ്കിലും നിലയിൽ പ്രത്യേകമായി പരിഗണിക്കാനോ പരിഗണിക്കാതെ ഇരിക്കാനോ കാരണമല്ല. അങ്ങനെ ചെയ്യുന്നത് ദൈവസഭയെ നിന്ദിക്കുന്നതാണ്, ദൈവമക്കളെ നിന്ദിക്കുന്നതാണ്, ദൈവാത്മാവിനെ നിന്ദിക്കുന്നതാണ്, ദൈവത്തെ നിന്ദിക്കുന്നതാണ്. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മളിൽ ഉളവാകുവാനായിട്ട് പാടില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ, യാതൊരു വക വേർതിരിവുകളും അവിടെ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾക്കും പുതിയ രൂപാന്തരങ്ങൾക്കും ഇടയാകട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.